സങ്കീർത്തനം നമുക്ക് 17 വാക്യമാണുള്ളത്. 17 വാക്യം. നമുക്കറിയാം, കോരഹ് പുത്രന്മാരെഴുതുന്ന ഒരു സങ്കീർത്തനവുമാണ്. സങ്കീർത്തനം ശരിക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസമുണ്ട്. ഒരല്പം പശ്ചാത്തലം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പവുമാണ്. എന്നാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. ഇത് രാജാവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. രാജാവിൻ്റെ കല്യാണത്തിന് എഴുതുന്ന സങ്കീർത്തനം. അതുകൊണ്ട് നമ്മളിവിടെ എല്ലാ രാജാക്കന്മാരുടെയും കല്യാണത്തിന് ഇത് വായിക്കാറുണ്ട്. എല്ലാ കല്യാണത്തിനും ഇത് വായിച്ചിരുന്നു. സങ്കീർത്തനത്തിൽ ആദ്യത്തെ 9 വാക്യം രാജാവിന് വേണ്ടിയിട്ടുള്ളതും 10 മുതൽ താഴോട്ടുള്ള വാക്യം രാജ്ഞിക്കുള്ളതുമാണ്. അപ്പോൾ ഇതെന്താ, രാജാവിൻ്റെ രാജ്ഞിയുടെ കാര്യം നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ നാളെ രാജ്ഞിയാവാനുള്ള സാധ്യതയുണ്ട്. ഈ പോക്ക് പോയാൽ എങ്ങനെയൊന്നും എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ ഗുണം പിടിച്ചാൽ നാളെ നമ്മുടെ രാജാവിൻ്റെ വിവാഹത്തിന് രാജ്ഞിയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല, മനസ്സിലാക്കണം. അപ്പം നമുക്ക് തുടക്കം തൊട്ട് ഒറ്റ വായന വായിച്ചങ്ങ് പോവാം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് നല്ല ഒരു വാർത്ത എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മൈ ഹാർട്ട് ഓവർഫ്ലോസ് വിത്ത് എ ഗുഡ്ലി മാറ്റർ. എൻ്റെ ഹൃദയത്തിൽ വളരെ നല്ല വാർത്ത വന്നിങ്ങനെ നിറയുകയാണ്, നിറഞ്ഞിങ്ങനെ അതിങ്ങനെ തള്ളുകയാണ്. മനസ്സിലായോ? മൈ ഹാർട്ട് ഓവർഫ്ലോസ് വിത്ത് എ ഗുഡ്ലി മാറ്റർ. ശുഭവചനം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കങ്ങനെ നിറവുണ്ടോ? അങ്ങനെ നിറഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല സന്തോഷമായിരിക്കും, അല്ലേ? ഇതൊരുമാതിരി കടന്നൽ കുത്തിയ പോലെ ഇരിക്കുകയാണ്, അല്ലേ? നമ്മുടെ മുഖം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് മുഴുവൻ. പണിയെടുക്കുന്നതും വീട് വെക്കുന്നതും കാറ് മേടിക്കുന്നതും പെണ്ണ് കെട്ടുന്നതും കുഞ്ഞിനെ ജനിപ്പിക്കുന്നതും അതിനെക്കൊണ്ട് സ്കൂളിൽ പോകുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം മുഖം തെളിയുക എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ഒരെടുപ്പ് മേലോട്ട് എടുക്കും, രണ്ടെടുപ്പ് താഴോട്ട് എടുക്കുമെന്ന് പറഞ്ഞ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോരഹ് പുത്രന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയം ശുഭവചനത്താൽ നിറയുകയാണെന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങ് താല്പര്യപ്പെട്ടു വന്ന് നിൽക്കുകയാണ്. ഐ സ്പീക്ക് ദ തിങ്സ് വിച്ച് ഐ ഹാവ് മെയ്ഡ് ടച്ചിങ് ദ കിങ്. രാജാവിനെ സ്പർശിക്കുന്ന സാധനം എനിക്ക് പറയാനുണ്ട്. അടുത്ത് പറയാണ്, മൈ ടങ് ഈസ് ദ പെൻ ഓഫ് റെഡി റൈറ്റർ. പെട്ടെന്ന് എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ സാധനം വന്നുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. നല്ല കവിത ഇറങ്ങി വരുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? നല്ല പാട്ടുകൾ ഇറങ്ങി വരുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. നല്ല കഥ ഇറങ്ങി വരുന്നു, എഴുതിക്കൊണ്ട് അങ്ങനെ സ്പീഡായിട്ട് എഴുതി എത്തിക്കാനുള്ള ഒരു റെഡി റൈറ്ററായിട്ട് എൻ്റെ ഹൃദയം നിൽക്കുകയാണ്. കണ്ടോ? എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ദെൻ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് സാധനമുണ്ട്, എനിക്ക് എഴുതാൻ ഒത്തിരി കാര്യമുണ്ട്. എന്താ കാര്യം? ഇത് ഇത്ര ഇങ്ങനെ എന്താ എഴുതാനുള്ളത് എന്ന് ചോദിച്ചാൽ, അടുത്ത അയാൾ പറയുകയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ തന്നെയാണ്. ആരെക്കുറിച്ച് പറയുകയാണ്? കർത്താവിനെ കുറിച്ച് പറയുകയാണ്. നീ മനുഷ്യപുത്രന്മാരിൽ സുന്ദരൻ തന്നെയാണ്, അല്ലേ? ശരിക്കും ഈ സുന്ദരനായ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമ്മളെ നാട്ടുകാർ പറയും, നീ മനുഷ്യപുത്രന്മാരിൽ ഭാഗ്യവാൻ തന്നെയാണ്, അല്ലേ? സ്തോത്രം. നീ മനുഷ്യപുത്രന്മാരിൽ സുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഭൗതികമായ കാര്യത്തെക്കുറിച്ചുള്ള സംസാരം. 3-ാം വാക്യത്തിലെത്തുമ്പം പറയുന്നു, വീരനാണ് നീ എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ ആരും നിൽക്കില്ല. നീ വാൾ അരയിൽ കെട്ടണം. എന്താണ് നിന്റെ വാള്? ചുമ്മാ ചുരുട്ടുവാളൊന്നുമല്ല. പിന്നെന്താണ് സാധനം? തേജസ്സും മഹിമയും തന്നെ. തേജസ്സും മഹിമയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നിവർന്ന് നിൽക്കാം. ആരുടെ മുമ്പിൽ നിൽക്കാം? ഒളിച്ചോടേണ്ട കാര്യമില്ല. ആരുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. എവിടെയും നമുക്ക് നെറ്റി നിവർത്തി നിൽക്കാം. കാരണം തേജസ്സും മഹിമയും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അത് അണിയിക്കാനാണ്. യേശു ക്രിസ്തു മേളിൽ താഴോട്ട് ഇറങ്ങി വന്നത് നമ്മൾ ഈ തേജസ്സും മഹിമയും അണിയിക്കാനാണ്. കുറേ കാശുണ്ടെന്നും പറഞ്ഞാൽ 4 പേരുടെ മുമ്പിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല. 4 പേരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത് കാശൊന്നുമല്ല. കാശൊക്കെ സെക്കൻഡറിയാണ്. സ്വതന്ത്രം ദൈവം നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ആണ്, അത് ഭയങ്കരമാണ്. ഞാൻ ഒരുപാട് കാശുകാരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് ഉഗ്രന്മാരുടെ മുമ്പിൽ, അല്ലേ? ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത് കർത്താവ് നമുക്ക് നൽകുന്ന ആ പ്രാഗൽഭ്യമാണ്. അത് ഒരു വലിയ കാര്യമാണ്, അത് കുഞ്ഞു കാര്യമല്ല. അത് നമുക്ക് ദൈവം തരണം. അടുത്ത് പറയുന്നത്, സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന്. കണ്ട, സത്യം, സൗമ്യത, നീതി. ഇല്ലാത്തവൻ്റെ വാൾ കൊടുത്തുള്ള ഗതിയല്ലേ ചോദിക്കേ? അവ എന്തെങ്കിലുമൊക്കെ വെട്ടും, അല്ലേ? ആളിനെ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ വെട്ടും. തെങ്ങിനെ പറ്റുമെങ്കിൽ തെങ്ങിനെ വെട്ടും, വാഴയെ പറ്റുമെങ്കിൽ വാഴയെ വെട്ടും. അടുത്ത് നിന്ന് പോകുന്ന കോഴിയെങ്കിൽ കോഴി, പട്ടിയെങ്കിൽ പട്ടി,
എന്ത് ചേച്ചിങ്ങളെ ഉഷാറായിട്ട് നിൽക്കുമ്പോൾ ഒരു കത്തി കൈ കിട്ടി എന്ത് ചെയ്യും? അണ്ട ഐറ്റം കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കത്തി കിട്ടിയാൽ എന്തും ചെയ്ത് കളയും അല്ലേ? എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നഖം വെട്ടും അല്ലേ? അതാണത്. നമ്മളല്ലെങ്കിൽ കത്തി തപ്പി പിടിച്ചോണ്ട് വന്ന് വിട്ടു സ്വതന്ത്രം. അത് പറഞ്ഞേ വീരൻ്റെ കയ്യിൽ വാള് കെട്ടിയത് അരയിൽ കെട്ടും. അത് സത്യം, അത് തേജസ്സും മഹിമയുമാണ്. ആള് പാലിക്കുന്നത് സത്യം, സൗമ്യത, നീതി. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ അങ്ങ് വിടുകയാണ്. നിന്റെ അസ്ത്രം മൂർച്ചയുള്ളതാണ്. അത് നിന്റെ പള്ളക്കല്ല കയറുന്നത്, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് കയറും. നമ്മൾ കൊണ്ടു കിടക്കുന്ന അമ്പിൽ നമ്മൾ തന്നെ വീണ് ചാവുകയാണ് പതിവ്, അല്ലെങ്കിൽ ഇത് നമ്മളെ പള്ളയിൽ കയറുകയാണ് പതിവ് അല്ലേ? റൈറ്റ്. പിന്നെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നേച്ച് 8-ാം വാക്യത്തിൽ വരുമ്പം പറയാം, നിന്റെ വസ്ത്രമെല്ലാം മൂരും ചന്ദനം. ഇതെല്ലാം വ്യാഖ്യാനിക്കേണ്ടതാണ്. എൻ്റെ വ്യാഖ്യാന പോയിന്റ് അവിടെ അല്ല, അതുകൊണ്ട് ഞാനത് സ്ട്രൈക്ക് ചെയ്ത് പോവുകയാണ്. സമയം നമുക്കതിന് പോരാ, ഞാൻ എടുക്കുന്നില്ല. ഞാൻ നിന്റെ വസ്ത്രമെല്ലാം മൂരും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. കേട്ടാ? അപ്പോൾ ആളിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു, ആളിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, ആളിൻ്റെ മറ്റേ യുദ്ധായുധങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദെൻ ഇവിടെ വന്നിട്ട് പറയുകയാണ്, വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. നിന്റെ വസ്ത്രമെല്ലാം മൂരും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ഇത് പണ്ടത്തെ സുഗന്ധദ്രവ്യങ്ങളാണ് ഈ സാധനങ്ങൾ. ഇപ്പോൾ സ്പ്രേയൊക്കെ വാങ്ങിച്ചടിക്കുക അല്ലേ? അടുത്ത് പറയുകയാണ്, ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടെ രാജാക്കന്മാർക്ക് സ്തുതി പാടാൻ ആൾക്കാരുണ്ട്, അവന്മാരുടെ കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. അല്ല അടിച്ച് പൂസായിട്ടിരുന്നുള്ള സന്തോഷമല്ല, നിന്റെ സന്തോഷം ഇതാണ്. ഇത്രയും ഫുൾ സ്കെച്ച് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രാജാവിൻ്റെ പ്രൗഢി എങ്ങനെ ഇരിക്കുമെന്ന്. അത്രയും സംസാരിച്ചാൽ ഇന്ന് അതേ സംസാരിക്കാൻ ഒക്കുള്ളൂ, മറ്റൊന്നും സംസാരിക്കാൻ ഒക്കില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനം പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ നിങ്ങളുടെ ഉറക്കം പ്രമാണിച്ച് അത്യാവശ്യം പറഞ്ഞു വിടുകയാണ്. ഇനിയത്തതാണ് നമ്മുടെ ഇയാളുടെ ഏറ്റവും മകുടമായിട്ടുള്ള മൂപ്പരുടെ ഭാര്യ. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഭാര്യ ഇല്ലെങ്കിൽ കാര്യമില്ല അല്ലേ? ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും ഭാര്യ വേണം. ഭാര്യ ഇല്ലെങ്കിൽ കാര്യം ശരിയാവില്ല. അപ്പോൾ അടുത്ത കാര്യം ഭാര്യയെക്കുറിച്ചാണ് അടുത്ത വാക്യം കംപ്ലീറ്റ് തകർക്കുന്നത്. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. ഇനി കേട്ടോണം, രാജാക്കന്മാർക്ക് ഇഷ്ടംപോലെ ഭാര്യമാരുണ്ട്. അതാണ് പറഞ്ഞത് സ്ത്രീരത്നങ്ങൾ. ഇതൊന്നും കേട്ട് അടിവരയിട്ടുകൊണ്ട് പോകരുത്, അതിനെ വെട്ടിക്കളഞ്ഞത് ചെല്ലിങ്ങനെ അതെവിടാ വായിക്കാം, അത് കൂടാലോ സ്തോത്രം, ഇതുവരെ കണ്ടില്ല, അത് വരയ്ക്കാൻ നിൽക്കണ്ട, അതങ്ങ് വെട്ടിക്കളാം, പഴയ കാലത്താണ് അല്ലേ? നിൻ്റെ കയ്യിൽ സ്ത്രീ രത്നം ഒരുപാടുണ്ട്, എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഭാര്യമാർ നിനക്കുണ്ട്. ഇതിൽ ചിലത് രാജകുമാരിമാർ വന്നിട്ടുണ്ട്. പിടിയിട്ടുന്നുണ്ടോ? അർത്ഥം പിടിയിട്ടുന്നുണ്ടോ? ഇവിടെ ഇപ്പം നമ്മൾ ഒരുപാട് പേരിരിപ്പുണ്ട്. ഇതിൽ ചിലർ കർത്താവിൻ്റെ രാജകുമാരിയാണ്, ചിലത് പിശാചിൻ്റെതും. മൊത്തം ശ്മശാന മൂകത വന്നുണ്ട്. ഇപ്പം നമുക്ക് ജനറേറ്ററിൻ്റെ സൗണ്ട് കേൾക്കാം. കാര്യം സ്വർഗത്തിൽ സന്തോഷവും ആരാധനയും കൊണ്ട് നമുക്ക് അവിടെ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. നരകത്തിലാണെങ്കിൽ വളരെ ഇപ്പം കിരീരിപ്പ് മാത്രമേ കേൾക്കൂ, പല്ല് കടിക്കുന്നതിൻ്റെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിന്റെ കൂട്ടത്തിൽ, നിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ വന്നു പെട്ടിട്ടുള്ള രാജകുമാരിയുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഏത് കുമാരി ആവണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കഷ്ടകാലത്തിനൊരു കുമാരി ഇവിടെ ഉണ്ട്. അടുത്ത വർത്തമാനമാണ് വളരെ പ്രധാനം. ആ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്, നിന്റെ വലതു ഭാഗത്ത് രാജ്ഞി ഓഭീർ തങ്കം അണിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? നല്ല ചുമ്മാ ഉണക്ക സ്വർണ്ണമല്ല, നല്ല ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? വലതു ഭാഗത്ത് നിൽക്കുക. ഇനി കേട്ടോണം, ഇനി സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. അല്ലയോ കുമാരി, അടുത്ത എഴുത്ത് കുമാരിക്ക് പോവുകയാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. കേട്ടോ? അപ്പം രാജാവിനെ കുറിച്ച് പറഞ്ഞു, രാജാവിൻ്റെ പ്രൗഢിയെക്കുറിച്ച് പറഞ്ഞു, രാജാവിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഒറ്റവാക്കിൽ വിശദീകരിച്ചു. അടുത്ത കുമാരിയെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ രാജ്ഞിയെക്കുറിച്ച് പറയണം, അല്ലയോ കുമാരി അല്ലേ? അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, അതിൽ രാജകുമാരിയുണ്ട്. അതിൽ ഒരാളെ പോയിന്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കാന്തയാകാൻ താല്പര്യമുള്ള ഒരാളെ പോയിന്റ് ചെയ്യാണ്. പോയിന്റ് ചെയ്തിട്ട് പറയണം, അല്ലയോ കുമാരി, നീ ഒരു കാര്യം ചെയ്യണം, കേൾക്കണം. എന്ന് പറഞ്ഞാൽ ലിസൺ, നീ ഒന്ന് കേൾക്കണം. എന്താ നീ കേൾക്കേണ്ടത്? നീ നോക്കണം. അപ്പം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം? തിരിഞ്ഞ് വെക്കളയരുത്, നോക്കണം. അടുത്തതാണ് പ്രധാനം, ചെവി ചായ്ക്ക, ലീൻ യുവർ ഇയർ. ശരിക്കും ചെവി എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന കാര്യം എന്താണെന്ന് നീ ഒന്ന് കേൾക്കുക. അപ്പോൾ ഒരുപാട് ആൻറ്റിമാർ എവിടെ വന്ന് പെട്ടിട്ടുണ്ട്? കൊട്ടാരത്തിൽ പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് രാജകുമാരിമാരാണ്,
അപ്പം അതിൽ ഒരാളെ പോയിട്ട് ചെയ്തിട്ട് എഴുത്തുകാരൻ പറയുകയാണ്, കോരഹപുത്രന്മാർ പറയുകയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കും, അല്ല ആഗ്രഹിക്കും. അല്ലേ? അപ്പൊ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കണമെങ്കിൽ നീ ഓഫീർ തങ്കം അണിഞ്ഞു നിന്നിട്ടൊന്നും കാര്യമില്ല, കൂടിയ ഇനം വസ്ത്രം ധരിച്ച് നിന്നിട്ടും കാര്യമില്ല, നീ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് മേക്കപ്പ് ഒക്കെ ഇരുന്നോട്ടെ, വേണ്ടെന്നല്ല, മേക്കപ്പ് ഒക്കെ ഇരുന്നോട്ടെ, ഓഫീർ തങ്കമൊക്കെ അണിഞ്ഞോളൂ, അത് നല്ല പ്രശ്നം. ഇതിലൊന്നും രാജാവ് വീഴുകയല്ല. രാജാവ് വീഴണമെങ്കിൽ നീ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം. കാരണം ഇവൻ്റെ അടുത്ത് കല്യാണം കഴിക്കാനായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന പല പെൺപിള്ളേരുടെയും ഉദ്ദേശം വീട്ടിലെ കാര്യം ഒന്ന് മെച്ചപ്പെടാനാണ്. രാജാവേ, അങ്ങും തന്നെ കല്യാണം കഴിച്ചാൽ താങ്കളുടെ അളിയൻ, എൻ്റെ സഹോദരൻ, അവനൊരു ജോലിയാവും എന്ന് പറഞ്ഞാൽ, ഞാൻ റാണിയായിട്ട് കൊട്ടാരത്തിലെത്തിയാൽ ആദ്യം എൻ്റെ സഹോദരനൊരു ജോലി കിട്ടും. അപ്പം ഞാൻ കൊട്ടാരത്തിൽ ഒരുങ്ങി വന്ന് രാജാവിൻ്റെ ഭാര്യയാവാൻ നിൽക്കുന്നത് ഇങ്ങനടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, താങ്കളുടെ അളിയനൊരു ജോലി കിട്ടാനാണ്. പിടികിട്ടുന്നുണ്ടോ? ആവും അല്ലേ? പിന്നെ ഈ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശമുണ്ട്. നമുക്കുള്ളത് പോലെ നമ്മൾ ഈ രാജകുമാരനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. നമ്മൾ രാജകുമാരനെ ഒന്ന് താങ്ങി പറഞ്ഞ് വല്ല ഒപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വന്നതാണ്. അല്ലേ? യേശപ്പാതൊരു വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്തരാളത്തിലൊരു ഉദ്ദേശമുണ്ട്, 2 ദോശയും തിരിച്ചമ്പന്തിയും. ഈ ഉദ്ദേശമില്ലാതെ നമ്മൾ ആരും കർത്താവിനെ കർത്താവേന്ന് വിളിക്കൂല. അല്ലേ? വലിയ തട്ടുകേടില്ലെങ്കിൽ നമ്മൾ കുറച്ചാഴ്ചത്തേക്ക് ആരാനിക്ക് പോകത്തുമില്ല. അതിലിവിടെ നമ്മൾ ആരും വ്യത്യസ്തരൊന്നുമല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. മനുഷ്യനാണോ? അങ്ങനെ തന്നെ. എനിക്ക് പിന്നെ എല്ലാ ആഴ്ച വന്നേ പറ്റൂ, ഇവിടെ നിൽക്കണ്ടേ, അതുകൊണ്ട് ഇവനും വന്നേ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കിക്കിപ്പിരിക്കരാക്കണ്ടേ. ഇതിന് ഒരാളിനെ കൂടെ കിട്ടിയാലോ പറ്റും, രക്ഷപ്പെട്ടു വരൂല. അല്ലേ? അതങ്ങനെയാണ്. നമ്മൾ മനുഷ്യനാണ്. നമ്മുടെ ഇടയിൽ ഹിഡൻ അജണ്ടയുണ്ട്. നമ്മൾ രാജകുമാരനെ രാജാവെന്ന് വിളിക്കുകയും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കോരഹപുത്രന്മാർ എഴുതുമ്പോൾ ഒരു ആൻറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ട് പറയണം, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ സൗന്ദര്യത്തെ അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം. ഇല്ലെങ്കിൽ നിന്നോടൊത്ത് രസിക്കാൻ വേണ്ടി രാജാവ് നിന്നെയും ചേർത്തോണ്ട് പൂന്തോട്ടത്തിൽ പോകുമ്പോൾ അയാൾ നിന്നെ മാറോട് ചാർത്തി ഇരുത്തുമ്പോൾ നീ ചെവി പറയാൻ ഉദ്ദേശിക്കുന്നത് അളിയൻ്റെ ജോലിയുടെ കാര്യമാണ്. അല്ലേ? രാജാവ് മാറോട് ചേർത്ത് രാജകുമാരിയെ കിടത്തിരിക്കുമ്പോൾ അവളൊക്കെ കിടന്നിട്ട് പറയും, എൻ്റെ അളിയൻ ബികോം അല്ല, എൻ്റെ സഹോദരൻ ഒരു തന്നെ ഉള്ളൂ, അവൻ ബികോം കഴിഞ്ഞതാണ്, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, എന്തെങ്കിലും ഒരു ജോലി ഇട്ടിരുന്നേ കൊള്ളായിരുന്നു. അങ്ങേര് മെനക്കെട്ട് പൂന്തോട്ടത്തിൽ വന്നതിൻ്റെ കാര്യം പോയി. മനസ്സിലാകുന്നു എന്ന് പ്രത്യാശിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് മുട്ടുമടക്കുന്നെങ്കിൽ കർത്താവ് എന്തെങ്കിലും കേൾക്കാമെന്ന് വെച്ച് ചെവി ഇച്ചിരി ഇങ്ങോട്ട് ചായ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരു ഐസ്ക്രീം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ? അടുത്ത മാസത്തെ ലോൺ അടയ്ക്കാനൊരു നിവൃത്തിയില്ല, എന്തെങ്കിലും നടക്കുമോ കർത്താവേ, അല്ലേ? ഞാൻ വേണമെങ്കിൽ ഒരാഴ്ച ഫുഡ് കൊടുത്തേക്കാം, എൻ്റെ വിഷയം നടക്കുമെങ്കിൽ, കൊച്ചിൻ്റെ കാര്യത്തിലൊരു വിടുതൽ നടക്കുമെങ്കിൽ, പാവപ്പെട്ടവർക്ക് കഞ്ഞി കൊടുത്തേക്കാം. നമ്മളുടനെ കർത്താവിൻ്റെ ചെവിയിൽ നേർച്ചയാണ് പറയുന്നത്. അപ്പോഴേ കർത്താവ് പറയും, എനിക്ക് ഇപ്പോൾ സ്ഥലം വിടുക. അതാണ് കോരഹപുത്രൻ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യണം, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനം ഇവിടെ കൊണ്ട് ഇറക്കരുത്. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെയാണ്, അല്ലാതെ നമ്മുടെ മറ്റൊന്നുമല്ല. എൻ്റെ കൂടെ വരും, അത് തരാം, ഇത് തരാം, അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് ലോകത്തിലെ ദൈവമായ പിശാചാണ്. ഒരു തേങ്ങ എറിഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്ന സാധനം ചെയ്തു തരാം. നമ്മൾ ഉടനെ തേങ്ങ ഒപ്പിക്കുന്നു, കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. അങ്ങേര് ഉദ്ദേശം എന്താണ്? അങ്ങേര് വെറുതെ കൊണ്ടുവന്ന് എറിയിപ്പിക്കുക, അത്രേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ വരിക, ഒന്ന് കുനിയിപ്പിക്കുക, അത്രേ ഉള്ളൂ. അവനാണ് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞത്, ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കണ്ട മുഴുവൻ രാജ്യങ്ങളും മഹത്വം തന്നേക്കാം. കർത്താവ് എന്താ വന്നിട്ട് പറയാത്തത്? ആരെവിടെ? ശിഷ്യന്മാർ. കേട്ടോ? അപ്പോൾ അവൻ യേശു എന്താ വന്നിട്ട് പറയാത്തത്? നിങ്ങൾ ഒന്ന് വീണ് നമസ്കരിക്കും, എല്ലാം തരാമെന്ന് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് വരാൻ. എങ്കിൽ എന്ത് തരാം? എങ്കിൽ ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്.
പിശാച് വന്നിട്ട് പറഞ്ഞാൽ അതല്ല, ഒന്ന് കുരിഞ്ഞു നൂരാമെങ്കിൽ, ഒരു മെഴുകുതിരി വെച്ചരാമെങ്കിൽ, ഒരു നൂല് കെട്ടാമെങ്കിൽ, ഒരു വെടി തരാമെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരം വരും. അതിന്നും നിങ്ങൾക്ക് നടക്കും. ഈ ഒരു റിസ്ക്കും ഇല്ല. പോകുമ്പോൾ വഴിയിൽ പല സ്ഥലത്തും ഉണ്ട്. ഒറ്റവടി 10 രൂപ, ഇരട്ടവടി 20 രൂപ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 5 രൂപ ആവട്ടെ, ചിലപ്പോൾ ഇരട്ടവടി 15 രൂപയായിരിക്കും. രാജകുമാരി രാജാവിനോടുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് അവിടുത്തെ വിശദീകരണം. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെയാണ്. നമ്മളെ കർത്താവിൻ്റെ കാന്തയാക്കിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കർത്താവ് ബാധ്യസ്ഥനാണ്. നമുക്ക് സംരക്ഷണം തരാൻ കർത്താവ് ബാധ്യസ്ഥനാണ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കർത്താവ് ബാധ്യസ്ഥനാണ്. നമ്മുടെ എല്ലാ കാര്യവും നോക്കാൻ കർത്താവ് ബാധ്യസ്ഥനാണ്. പക്ഷേ കർത്താവിന് നമ്മളെ വേണം. പക്ഷെ നമ്മൾ ചൊറിയാണെങ്കിലോ, നമ്മളുടെ സാന്നിധ്യം ചൊറിയാണെങ്കിലോ, ചില ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ്, മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനമാണ് അല്ലേ. ഉള്ളിയില്ലായിരുന്നു, അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു, അതെല്ലാം നിങ്ങൾ ബെഡ്റൂമിന് വെളിയിൽ തീർക്കുക. ബെഡ്റൂമിനകത്ത് പ്രാർത്ഥിക്കുക, സന്തോഷിക്കുക അല്ലേ. ബാക്കി നിങ്ങൾക്കറിയാം. ഇതെല്ലാം വലിച്ചു വാരിക്കൊണ്ട് ബെഡ്റൂമിനകത്ത് കയറും. പിന്നെ അതിനകത്ത് ചർച്ചയാണ്. അവിടെ പൈസ കൊടുക്കണം, ഇവിടെ പൈസ കൊടുക്കണം. അതെല്ലാം നിങ്ങൾ സിറ്റ് ഔട്ട് ഇട്ട് തീർക്കൂ, അല്ലെങ്കിൽ അടുക്കളയിലിട്ട് തീർക്കൂ. സ്തോത്രം. ബെഡ്റൂം നിങ്ങൾക്ക് ഉറങ്ങാനും സന്തോഷിക്കാനും ഉള്ളതാണ്. അതിനകത്ത് തമ്മിലടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുക. സ്തോത്രം. അത് അതിനുള്ള സ്ഥലമല്ല. തമ്മിലടിക്കാനുള്ളത് ലിവിങ് റൂമാണ്. അതാണ് ലിവിങ് എന്ന് പറയുന്നത്. അവിടെ അടിയാണ്. ബെഡ്റൂം ഉറങ്ങുന്ന റൂമാണ് അല്ലേ. ലിവിങ് റൂം ആകുമ്പോൾ അതിനുള്ള കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ നിരത്തിരുത്. എടാ കണ്ടോടാ, നമ്മൾ അടി കൂടാൻ പോവാണ്. എന്നിട്ട് അടി കൂടുക അല്ലേ. സ്തോത്രം. ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നമ്മളങ്ങനെയൊന്നുമല്ല. സൗകര്യമുള്ളിടത്തും അടി കൂടും അല്ലേ. പിന്നെ അവിടെ നിന്ന് വഴക്കൊണ്ടായിട്ട് ലിവിങ് റൂം വരെ വരുമ്പോൾ ദേഷ്യം തീരും അല്ലേ. മറ്റേ അടിക്കാനുള്ള ആയുധങ്ങളൊക്കെ ചിലപ്പോൾ അടുക്കളയിലേ കിട്ടുള്ളൂ. ചിരവേ ചൂലുമൊക്കെ അതൊക്കെ ലിവിങ് റൂമിലൊക്കെ ഇട്ട് വെക്കുന്നത് അല്ലേ. സ്തോത്രം. ദൈവമക്കളെ, എത്ര മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. പിതൃഭവനത്തെ മറക്കാം. നമ്മുടെ പഴയ സിസ്റ്റം എല്ലാം അങ്ങ് മറക്കുക. നമ്മൾ ജീവിച്ചു വന്ന കുറേ സ്റ്റൈലുണ്ട്, അതൊക്കെ അങ്ങ് മറക്കുക. നമ്മുടേതായിട്ടുള്ള കുറേ സ്വഭാവമുണ്ട്. ഞാൻ പകരം തീർത്തിട്ടേ പോവുള്ളൂ, അതൊക്കെ അങ്ങ് വിട്ടുകളയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന നമ്മുടെ ഈ സ്വഭാവം മുഴുവൻ മാറണം. നമുക്ക് ഈ ഒന്നാമത്തെ ആദമിൽ നിന്ന് കിട്ടിയ കുറേ സ്വഭാവങ്ങളുണ്ട്. ഇതെല്ലാം മാറണം. ഇതൊക്കെ മാറും. ഇതെല്ലാം മാറിയാലേ നമ്മളെ കർത്താവ് ആഗ്രഹിക്കൂ. ആ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കർത്താവിനെ ആഗ്രഹിക്കുന്നതിന് ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ കർത്താവിന് നമ്മളെ ആഗ്രഹിക്കാൻ പറ്റില്ല. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നിർമ്മല മനസാക്ഷിയിൽ നമ്മളെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ പൊട്ടാത്ത സാധനങ്ങൾ ഒപ്പിക്കാനാണ്. കർത്താവ് ഇതെല്ലാം തീയിലിടാനുള്ളതല്ലേ, ഇനി തന്നേര്, ഞാൻ വച്ചിരിക്കാം അല്ലേ. നമ്മുടെ ആഗ്രഹം അതാണ്. ക്ലിക്കാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് പറയാം, അവനെ നമസ്കരിച്ചോളാൻ. ആരെ? ഭർത്താവിനെ നമസ്കരിച്ചോളാൻ. അവൻ നിൻ്റെ നാഥനാണെന്ന്. ഇംഗ്ലീഷിൽ അവൻ നിൻ്റെ ദൈവമാണെന്ന്. ഭർത്താവിനെ അങ്ങനെ ദൈവമായിട്ടൊക്കെ ആൾക്കാർ പരിഗണിക്കുമോ? എന്തോ തോന്നുന്നു? ദൈവമായിട്ട് പരിഗണിക്കുമോ? പിന്നെ എന്തായിട്ട് പരിഗണിക്കും? പരിഗണിക്കാം, ദേവനായിട്ടൊക്കെ ഇരിക്കണം അല്ലേ. അവൻ നിൻ്റെ നാഥനല്ലോ. നാഥനായിട്ട് പരിഗണിക്കണമെങ്കിൽ നാഥനായിട്ടിരിക്കണം അല്ലേ. നാഥന് നാഥൻ്റെ പണിയുണ്ട് അല്ലേ. നമ്മളിപ്പോൾ യേശുവിനെ കർത്താവേന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നുകൊണ്ടാ അല്ലേ. അല്ല നാട്ടിലെ ദൈവങ്ങളെ പോലെ നമ്മുടെ ചോര കുടിക്കാൻ ഇങ്ങനെ വായി തുറന്നുകൊണ്ടിരുന്നാലോ. നമ്മളെയൊന്നും നാഥാന്ന് വിളിക്കില്ല, അയ്യോ തരാമേ എന്ന് പറയും. അത് വേറെയാണ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് കാരണം കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ നൽകിയിരിക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവനെ നൽകിയിട്ടുണ്ടെങ്കിൽ, വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവിനെ നമസ്കരിക്കും. ഇത് കിട്ടുമ്പോഴൊക്കെ വിലാപ്പുറം നോക്കി ഇടി കൊടുക്കും. എന്നിട്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആരാധിക്കും അല്ലേ. ഭർത്താവായിരുന്നാൽ ഭാര്യയായിട്ടിരിക്കും. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ അവിടെ വരച്ച് നിർത്തും. അങ്ങനെയൊന്നും പറ്റുകയില്ല. ഇയാൾ വരച്ച് ഊപ്പാട് വരും. മറ്റേ പിള്ളേർ വട്ടം വരയ്ക്കുന്നുണ്ട്, അതുപോലെ വരച്ച് ഊപ്പാട് വരും. അതല്ല ചെയ്യാൻ. ഭർത്താവായിട്ടിരുന്നാൽ ഭാര്യയായിട്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഒരു സഹോദരി കൂടെ ഇവിടെ വന്നു സംസാരിക്കാൻ വേണ്ടി. അവർ ഒന്നൊന്നര സംഭവമാണ്. അപ്പോൾ അവൻ പറയുന്ന ഒരു പാസ്റ്റർ, ഒരുപാട് പാസ്റ്റർമാർ വഴിതെറ്റിപ്പോയി. പിന്നെ ഒരു പാസ്റ്റർ വഴിതെറ്റിൻ്റെ ഡിസ്റ്റർബൻ പറഞ്ഞു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ അയാൾ വഴിതെറ്റിപ്പോയി, അതാണ് പ്രശ്നം. അപ്പോൾ അവൻ പറയുന്നത് പാസ്റ്റർ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു പാസ്റ്റർ കുഴപ്പമല്ല, അവൻ്റെ ഭാര്യയുടെ കുഴപ്പമാണ് അല്ലേ. അപ്പം പിന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവന് ഏറെക്കുറെ മനസ്സിലായി. ഇത് രണ്ടുപേരും ഒത്താലേ കുടുംബജീവിതം വിജയിക്കുള്ളൂ.
രണ്ടു പേർക്കും ഒരു യാഗം ബൈബിൾ പറയുന്നുണ്ട്. ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു സഭയ്ക്ക് വേണ്ടി, അതുപോലെ സഭ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടെ എന്താ പറയുക, ചട്ടിയിൽ നമ്മൾ എല്ലാ സാധനവും കൂടെ ഇട്ട് വേവിക്കൂലേ, അതുപോലെ രണ്ട് സാധനവും ചട്ടിയിൽ വീഴണം, എന്നിട്ട് രണ്ടിൻ്റെയും രീതി മാറും. ഇത് ഒരെണ്ണം വെളിയിൽ നിന്നിട്ട് മറ്റൊരിടത്ത് ചട്ടിയിലിട്ട് കിണ്ടുകയാണ്, അത് നടക്കൂല. ഭാര്യയും ഭർത്താവും ചട്ടിയിലോട്ട് ഇറങ്ങണം, എന്നിട്ട് അങ്ങോട്ട് രണ്ടും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ അത് സൂപ്പറായിരിക്കും. അല്ല, ചട്ടിയുടെ വെളിയിൽ നിന്ന് പളി ഇറക്കൊന്നുമില്ല. അല്ല, ക്രിസ്തു അകത്തിറങ്ങി നമ്മളെ അകത്തിറങ്ങി, എന്നിട്ട് വേവിച്ച് ലെവലായിട്ട് കിടക്കുകയാണ് കിട്ടുന്നത്. അതാണ് കുടുംബം അല്ലേ. മറ്റേത് ആഴ്ചയിൽ 3 ദിവസം അടി കൂടുക, അതെന്ത് പരിപാടിയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ച ആരും അടി കൂടിയിട്ട് പറയുകയാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്കുള്ളത് തന്നെയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ പാടില്ല, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. സ്വത്രം ഉച്ചത്തിൽ വർത്താനമൊക്കെ പറയണം, അത് മോശമല്ല അല്ലേ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ, പഴയ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കണം, അതൊന്നും സാരമില്ല. മൊബൈലൊക്കെ കുറേ വർഷം പഴക്കമായി, ഒരെറിയ പൊട്ടിക്കുക, പുതിയത് വാങ്ങിക്കുക, അതൊന്നും ഭാവമാണെന്ന് തോന്നുന്നില്ല. സ്തോത്രം. സ്ഥിരം അടി കൂടുക അത് നല്ലൊരു ഇടപാടല്ല അല്ലേ. അടി കൂടെ നല്ലൊരു ഇടപാടല്ല. ഇവിടെ പറഞ്ഞ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കുമാരിയോട് പറയുകയാണ്, നീ ഇതെല്ലാം മറക്ക. കുമാരൻ എന്ത് ചെയ്യണം? മേളിൽ ഇങ്ങനെ നിരത്തി പറഞ്ഞിരിക്കുകയാണ് കുമാരൻ്റെ ക്വാളിറ്റീസ് അല്ലേ. അപ്പോൾ ഭർത്താവ് നിൽക്കേണ്ടതുപോലെ ഭർത്താവ് നിൽക്കണം, ഭാര്യ അപ്പോൾ അതുപോലെ ഒത്തുവരും അല്ലേ. ഭർത്താവിനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് മറിഞ്ഞു കിടക്കുന്നവൻ എങ്ങനെ നമസ്കരിക്കും? ഇങ്ങനെ നിന്നല്ലേ തൊഴാനൊക്കെ ഉള്ളൂ. അയാളെ തൊഴണമെങ്കിൽ അയാളിങ്ങനെ നിൽക്കണ്ടേ, നല്ല തൊഴാൻ പറ്റുള്ളൂ അല്ലേ. മനസ്സിലാവുന്നൊന്ന് പ്രതീക്ഷിക്കുന്നു. വാഴക്കുഴി കിടക്കുകയാണ്, വാഴ പിഴുതാലേ നമുക്ക് ഇയാളെ തൊഴാനൊക്കെ ഉള്ളൂ. എല്ലാം മനസ്സിലാവുന്നൊന്ന് പ്രതീക്ഷിക്കുന്നല്ലേ. ഇങ്ങനെ വാളൊക്കെ വെച്ച് നൈവേദ്യം അടിച്ച് കിടക്കുകയാണ്, അയാളെ നമുക്ക് തൊഴാൻ പറ്റത്തില്ല. ഭർത്താവായിട്ടിരിക്കണം അല്ലേ. വീട്ടിൽ അപ്പൻ കയറി വരുമ്പോൾ പിള്ളേർക്ക് ഒരു സന്തോഷം ഉണ്ടാവണം അല്ലേ. ഓടി വന്ന് ഗേറ്റ് തുറക്കാൻ തോന്നണം. ഇത് അപ്പൻ അവിടെ നിന്ന് വരുന്ന വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പിള്ളേർ കട്ടിലടി കയറി കുളിക്കും. കാരണം ഇനി ഇവിടെ തന്ത്രിനാഥത്തോടു കൂടിയുള്ള വീണവായന. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെയാണ് ഞാൻ രാജാവാകണം. കുടുംബക്കാരനാവുക എന്ന് പറഞ്ഞാൽ അതാണ്, ചുമ്മാ അവിടെ കിടന്ന് ബഹളം വെക്കുന്നൊന്നുമല്ല. രാജാവാവണം, എല്ലാവരും ബഹുമാനിക്കത്തക്ക നിലയിൽ ഒരു ക്വാളിറ്റി കുടുംബനാഥനുണ്ടാവണം. നാഥയോട് പറയുകയാണ്, നീ അവനെ നമസ്കരിക്കണം. അടുത്ത പദപ്രയോഗം ഞാൻ ഓടിച്ച് പറയട്ടെ, സമയമില്ല. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ച വെച്ച് നിന്റെ പ്രസാദം തേടും. കേട്ടോണേ, ഒരുപാട് പെണ്ണുങ്ങൾ നിൽക്കുന്നതിന് ഒരുത്തിയോട് പറയുകയാണ്, നീ ഈ കാര്യം ചെയ്യുമ്പം രാജാവ് നിന്നെ ആഗ്രഹിക്കും, നീ അവനെ നമസ്കരിച്ചോണം. അപ്പം എന്താ സംഭവിക്കുന്നത് അറിയാമോ? സോറിലെ വലിയ ധനവാന്മാർ നിന്റെ കാൽക്കൽ വന്ന് സമ്മാനം വെച്ച് നിന്റെ മുഖപ്രസാദം തേടും. ബാക്കിയുള്ളവർ ജസ്റ്റ് രാജാവിൻ്റെ അരമന വരിക, തിരിച്ച് കരമന വഴി പോവുക. പക്ഷെ ഈ റാണിക്ക് പകിട്ട് കൂടുതലാണ്. ഈ റാണി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ രാജ്യത്തിലെ ധനവാന്മാർ കാഴ്ച വെച്ചൊന്ന് മുഖം കാണാൻ വേണ്ടി നിൽക്കും. എന്താണ് ഈ റാണിക്ക് പ്രത്യേകത? ഇതാണ് റാണി. മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. അടുത്ത പദങ്ങൾ കേട്ടോളൂ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാണ്. അന്തഃപുരത്തിലെ രാജകുമാരി, കിടപ്പറയിലെ മാത്രം കുമാരിമാർ അവിടെ ഒരുപാടുണ്ട്. ഇത് അന്തഃപുരത്തിലെ റാണിയാണ്, അത് ശോഭ പരിപൂർണയാണ്. നേരെ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ ഞാനും നിങ്ങളും കാന്തയാവാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവുമായി അത്യാവശ്യ ബന്ധം മാത്രം സ്ഥാപിച്ച് അത്യാവശ്യ കാര്യം നടന്നാൽ മതിയെങ്കിൽ സാധാരണ വിശ്വാസിയായിട്ടിരുന്ന് നരകത്തിൽ പോകാം. അല്ല, കാന്തയാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരല്പം വില കൊടുക്കേണ്ടതായി വരും. ശോഭ പരിപൂർണയാകേണ്ടി വരും. മറ്റേ അത്യാവശ്യം കിടപ്പറയിൽ പോയിട്ട് തിരിച്ചു പോകുന്നവർക്ക് ശോഭയും വേണ്ട, പരിപൂർണയും വേണ്ട. രാജാവിൻ്റെ കൂടെ കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് പോവുക, അവർക്ക് കിട്ടുന്ന സുഖം അത്ര തന്നെ. പിന്നെ ഇച്ചിരി ഡൈനിങ് ഹാളിൽ പോയി കഴിക്കുകയും ചെയ്യാം ബാക്കി എല്ലാവരുടെയും കൂടെ. അത് മതിയോ നിങ്ങൾക്ക്? കർത്താവിൻ്റെ കാന്തയാകാൻ ഇറങ്ങി തിരിച്ചാൽ നമുക്കത് മതിയോ? നമുക്ക് ഡൈനിങ് ഹാളിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന മുട്ടുവേദന, പനിവേദന, പനി, തലവേദന, ഇത് മാറലല്ല നമ്മുടെ പേര്. അത് ഡൈനിങ് ഹാളിൽ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, അത് നമുക്ക് വേണ്ട. നമുക്ക് അന്തഃപുരത്തിലെ രാജകുമാരി ആവണം.
അവിടെയാണ് വെളിപ്പാട് 19 പറയുന്നത്, സന്തോഷിച്ചുല്ലസിച്ച് കുഞ്ഞാടിന് മഹത്വം കൊടുക്കുക, അവൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ആ ഗ്രേഡിൽ നമ്മൾ ചെല്ലണം. ആ ഗ്രേഡിൽ നമ്മൾ ചെല്ലുന്നില്ലെങ്കിൽ നമ്മൾ വാരിക്കെട്ട് നടന്നതിൽ കഥയില്ല. മനസ്സിലായല്ലോ? ഒരു ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞു വരണ്ടെന്ന്. ഞാൻ പറഞ്ഞു, തൊഴുതു പറഞ്ഞു, വരണ്ട. പരിശുദ്ധാത്മാവാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ആരുടെങ്കിലും പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നെങ്കിൽ മൂപ്പര് തന്നെയാണോ എന്ന് ചോദിച്ചോണം, അല്ലേ? ഒറ്റ കാര്യം അറിയണം, ഇതിനേക്കാൾ ഉയർന്ന നിലയിൽ ഒരിടത്ത് ചെന്ന് ആരാധിച്ച് കർത്താവിനെ സേവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകണം. ഒരു കുഴപ്പവും എനിക്ക് ആ കാര്യത്തിലില്ല, ഒരു കുഴപ്പമില്ല. താഴോട്ട് പോകരുതെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ താഴോട്ടേ പോവുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്ക് പറയാൻ ഓടാനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്തോത്രം. നമ്മൾ അടുത്ത ലെവലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതുവരെ നമ്മൾ പോയതിൻ്റെ ലെവൽ മാറി അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അതിപ്പോൾ പുതിയ ടീമുകൾ ഈ വന്നവരാണ് അടുത്ത ലെവലിലോട്ട് കാര്യം വലിച്ചുകൊണ്ട് പോകുന്നത്. ദൈവം അതിനുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ പോവും. അതെങ്ങനെയാണ് എൻ്റെ ക്രമീകരണം ഒന്നും ബാക്കിയൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഞാനും നോക്കി നിന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. ദൈവം നമ്മെ അടുത്ത ലെവലിലേക്ക് നടത്തുമ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് നടത്തണം. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരാണ് അവിടെ ചെല്ലാൻ. സഭയായിട്ട് കൂട്ടായ്മയായിട്ട് ഒമേഗ ചർച്ച ഇതാ വന്നിരിക്കുന്നു, കൈയടിക്കാം, അങ്ങനെയൊന്നുമില്ല. അവിടെ അവനവൻ പോവേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും യാത്ര സ്വർഗ്ഗരാജ്യത്തിൽ പോകാന്നുള്ളത്. ഇതിൻ്റെ പിറകിൽ കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ, ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കാം, മുട്ടുവേദന മാറണം പ്രാർത്ഥിക്കാം, മദ്യപാനം മാറണം പ്രാർത്ഥിക്കാം, പിശാച് മാറണം പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം നമുക്ക് സപ്പോർട്ടുണ്ട്. അല്ലാതെ വന്നാൽ ഇപ്പോൾ ഇത് ശരിയാക്കി തരാം, കോഴിക്കോട് വെച്ച് കോഴി മാഞ്ചിരാം, അതിന് വേറെ പോയി എവിടെയും നോക്കിയാൽ ഇവിടെ അതിൻ്റെ നേരമൊന്നുമില്ല. നിത്യതയ്ക്ക് തയ്യാറായി വരുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സപ്പോർട്ടിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭപരിപൂർണയാണ്. വൗ, നമ്മൾ അങ്ങനെയാവണം കേട്ടോ. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. ഉണ്ടോ? ബെഡ്റൂമിൽ രാജാവിനെ കാണാൻ വരുന്ന റാണിക്ക് അങ്ങനെയൊന്നുമില്ല, പൊൻ കസവൊന്നുമില്ല, സാധാ ലിനൻ മതി അവൾക്ക്. ഇത് പൊൻ കസവാണ്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളെ കൊണ്ടുവരുന്നത് ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച്. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്നവരും അവിടെ വരും. അടുത്ത ശ്രദ്ധിക്കണം, സന്തോഷത്തോടും ഉല്ലാസത്തോടും അവരെ കൊണ്ടുവരും. മറ്റവളെ കൊണ്ടുപോകുമ്പോൾ സന്തോഷം ഉല്ലാസമൊന്നുമില്ല, ലൈൻ ഇങ്ങനെ പോവും, തിരിച്ചങ്ങ്. അവർക്കൊരു ലൈനുണ്ട്. അവരുടെ താമസ സ്ഥലത്തുനിന്ന് രാജാവിൻ്റെ അരമനയിൽ പോകാൻ അവർക്കൊരു ഗുഹയുണ്ട്. അവർ കൂടെ കയറി അവിടെ ചെല്ലുക, തിരിച്ചു പോവുക. അവിടെ സന്തോഷം ഉല്ലാസം പാട്ട് അതൊന്നുമില്ല. തലയിൽ കൂടെ ഒരു തുണി മൂടി കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. അർപ്പാനുള്ള ആടെ പോലെ എണ്ണെന്ന് പറഞ്ഞ് കേട്ടില്ലേ? അതുപോലെ അവൾ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ആര്? ഈ കാന്ത. അടുത്ത വാക്ക് ശ്രദ്ധിക്കേ, നിന്റെ പുത്രന്മാർ നിനക്ക് പകരമിരിക്കും, പിതാക്കന്മാർക്ക് പകരമിരിക്കും. ഇത് കേട്ടോണേ. ഭാര്യമാർ ഒരുപാടുള്ള രാജാക്കന്മാരുടെ പ്രശ്നം ഏത് ഭാര്യയുടെ മകൻ അടുത്ത രാജാവാകുമെന്നുള്ളതാണ്. നമുക്കൊരു മീഖളിനെ അറിയാം. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ മകൾ മീഖൽ, ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ ഭാര്യ. ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടി ആരാധിച്ചത് കണ്ടപ്പോൾ അവൾക്ക് പിടിച്ചില്ല. അവൾ മീഖൽ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ മകൾ, രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ ഭാര്യയായവൾ ദാവീദിനോട് ചോദിക്കുകയാണ്, നീ ഈ പെട്ടകത്തിന് മുമ്പിൽ കിടന്ന് തുള്ളാൻ, നിന്റെ ദാസിമാരുടെ മുമ്പിൽ തുള്ളാൻ നീ എത്ര നാണം കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ, രാജാക്കന്മാർക്ക് ചേർന്നതല്ലടോ ഇത്. ജോലിക്ക് ആൾ വെച്ച് നിന്റെ ദൈവത്തിൻ്റെ പട്ടണത്തിന് മുമ്പിൽ തുള്ളിക്കണം, നീ ഇങ്ങനെ കുപ്പായൊക്കെ ഇട്ടിട്ട് ഇരിക്കേണ്ടവനാണ്. രാജാവ് അവളെ നോക്കിയിട്ട് പറയാ, ഇസ്രായേലിൽ പ്രഭുവായിരിക്കാൻ നിന്റെ അപ്പനിലും അധികമായി എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇനിയും തുള്ളും. ഇന്നത്തെ ചെലവന്മാരായിരുന്നെങ്കിൽ പറഞ്ഞനെ, എടി ഇനി അങ്ങനെ ചെയ്യൂല, പറ്റിപ്പോയി, അറിഞ്ഞുകൂടാതെ പറ്റി, ഞാൻ ആടിനെയൊക്കെ മേച്ചുകൊണ്ട് നടന്ന ചെറുക്കനല്ലേ, നീ ആണെങ്കിൽ കൊട്ടാരത്തിൽ ജനിച്ചത്, അവനാണ് ഞാൻ സമ്മതിച്ചത്, ഒറ്റ പിടിയാണ് അവൻ പിടിച്ചത്. നിന്റെ അപ്പനിലും അധികമായി എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന് മുമ്പ് ഞാൻ ഇനിയും തുള്ളും. പറ്റിയത് എന്താണെന്ന് അറിയാവോ? അന്ന് കർത്താവ് മീഖളിൻ്റെ ഗർഭം അടച്ചു. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവിൻ്റെ മകൾ, രണ്ടാമത്തെ രാജാവിൻ്റെ ഭാര്യ, മൂന്നാമത്തെ രാജാവിൻ്റെ അമ്മയാവാനുള്ളവളായിരുന്നു. അവളുടെ ഗർഭം കർത്താവ് അടച്ചു. അവൻ്റെ സൈന്യത്തിലെ ജോലിക്കാരനായിരുന്ന ഊര്യാവിൻ്റെ ഭാര്യയെ കുളിമുറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് രാജാവിൻ്റെ ഭാര്യയാക്കിയിട്ട് അതിൽ ജനിച്ചവൻ അടുത്ത രാജാവായി. അഹങ്കാരിയായ മീഖളിനെ തള്ളി മാറ്റി നിർത്തിയിട്ട്
അവൻ്റെ സൈന്യത്തിലുള്ളൊരുത്തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിച്ച, അത് മത്തായിയിൽ കറക്റ്റായിട്ട് പറയുകയാണ്, ദാവീദിനെ ഊരാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോൻ ജനിച്ചു. ഓക്കെ ടർന്ന്. ആരാ അവിടെ വരേണ്ടത്? മീഹള വരേണ്ടത്. ദൈവം അടച്ചാൽ ആർക്ക് തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വായ സൂക്ഷിക്കണം, നമ്മുടെ ഹൃദയം സൂക്ഷിക്കണം. നമ്മൾ ആർക്കെതിരെ സംസാരിക്കുന്നു എന്നതൊക്കെ നമ്മൾ അറിഞ്ഞു വേണം കഥ നീക്കാൻ, അല്ലെങ്കിൽ ഉപ്പാട് വരും. അടുത്തുണ്ടോ, സർവ്വഭൂമിയിലും അവരെ പ്രഭുക്കന്മാരാക്കും. എന്തൊരു വാക്യവാ! ബാക്കി എല്ലാ പെണ്ണുങ്ങളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നിന്റെ കൊട്ടാരത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? 9-ാം വാക്യം, സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ സ്ത്രീ രത്നങ്ങൾ കുറേ ഉണ്ട്, രാജകുമാരികളുണ്ട്. ഒരുത്തിയെ മാത്രം വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നീയേ ധനവാന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും, നീ ശോഭ പരിപൂർണയാണ്, നിന്റെ വസ്ത്രം പൊൻകസവ കൊണ്ടുള്ളതാ, നിന്റെ വസ്ത്രം ചിത്രത്തിലുള്ള വസ്ത്രം ധരിച്ച് നിന്നെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരും, കന്യകുമാരെയും കൂടെ കൊണ്ടുവരും. എന്നെ കന്യകുമാർ കൂടെ വരുന്നുണ്ടെങ്കിൽ കൂടിയ ആളാണ്, മറ്റേത് സിംഗിളായിട്ടേ പോകുള്ളൂ. ഇത് കൂട്ടത്തോടെ വരികയാണ്. കാരണം ഇവരിങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് വരികയാണ്. തോഴിമാർ വീശി കൊടുക്കാനും ചീക്കി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്, മറ്റേ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാനൊക്കെ. ഇത് ഒഫീഷ്യൽ സാധനമാണ് വരുന്നത്, മറ്റേത് അൺഒഫീഷ്യലാണ്. നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം ഒഫീഷ്യലാണോ അനൗദ്യോഗികമാണോ? വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കല്യാണത്തിന് അവിടെ സ്റ്റേജിൽ ചെല്ലുന്ന പെണ്ണാണ്. നമ്മളൊക്കെ ഒരുങ്ങി ചെല്ലുന്ന വല്ലതും കഴിക്കാനാണ്. 3-ാമത്തെ കാറ്റഗറി ഉണ്ട്, ഈ ഇല കൊണ്ടിടുന്നിടത്ത് അവിടെ നിന്ന് തിന്നാൻ വേണ്ടി. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നാവാം നമുക്ക്. ഒന്നുകിൽ കാന്തയാകാം, ഇല്ലെങ്കിൽ തിന്നാൻ വരുന്ന ടീമാകാം, പട്ടിയുമാകാം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ രാജാവിൻ്റെ കാന്തയാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എച്ചിൽ കൂനയിൽ നിന്ന് തിന്നാനല്ല നമ്മളെ വിളിച്ചത്. ഈ ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവണം. തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് കൊണ്ടുവന്നത് മഹത്വകരമായ പദവി തരാനാണ്. അതിക്കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട, അതിക്കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട. അത് നമ്മൾ തീരുമാനം എടുക്കണം. എച്ചിൽ കൂനയെ തിന്നുന്ന നായോട് ചോദിച്ചു നോക്കുക, അവർക്കത് മതി, തൃപ്തരാണ്. ഊട്ടുവരയിൽ തിന്നുന്നവരോട് ചോദിച്ചു നോക്കുക, അവരും തൃപ്തരാണ്. പക്ഷേ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് രാജാവിൻ്റെ അടുത്ത് ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നതാണ്. എന്നെ നിങ്ങളെ വിളിച്ച് അവിടെ എത്താനാണ്. അല്ലാതെ ചുമ്മാ പ്രസംഗക്കാർ പറയുന്ന പോലെ വരും മുട്ടുവേദന മാറ്റി തരും, എല്ലാം ഇപ്പം ശരിയാക്കി തരും. വേറെ പണിയില്ല നിങ്ങൾക്ക്. എല്ലാം ശരിയാക്കുന്നതൊക്കെ പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ കാന്തനെയാണ്. കാന്തൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കാന്തൻ്റെ കൊട്ടാരത്തിലാണ് കാന്തയാണ് നമ്മളെങ്കിൽ, അവൾ ശോഭ പരിപൂർണയാണ്. അവൾക്ക് പിന്നെ ഫുഡിനെ കുറിച്ച് ആലോചിക്കണ്ട, പായസത്തെക്കുറിച്ച് ആലോചിക്കണ്ട. ചുമ്മാ പറഞ്ഞാൽ മതി, എവിടെ കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി, സാധനം വരും. അടുത്താണ് എന്നെ ചിന്തിപ്പിച്ചത്, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. ഇത്ര മനോഹരം നോക്കിയേ. അടുത്ത് പറയാ, സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കും. എല്ലാ തലമുറകളിലും. ബേർശേബയെ എല്ലാ തലമുറയും ഓർക്കുന്നുണ്ട്, എല്ലാ തലമുറയും ഓർക്കുന്നുണ്ട്. മീഹളിനെ അങ്ങനെ ഓർക്കുന്നില്ല. ബേർശേബ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തിൽ വന്നുവിട്ടു. താമാർ അവിടെ വന്നുവിട്ടു. പിന്നെ രഹാബ് അവിടെ വന്നുവിട്ടു. രൂത്ത് അവിടെ വന്നുവിട്ടു. എല്ലാം തകർക്കപ്പെട്ടവരാണ്. രൂത്ത് ഭർത്താവ് മരിച്ചുപോയവൾ. പക്ഷെ അമ്മായി അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ ചാവുന്നിടത്ത് ഞാൻ ചാവും. ഒറ്റ ഡിസിഷൻ. രൂത്തിൻ്റെ പേര് അവിടെ വന്നു. സ്തോത്രം. രഹാബ് എന്ന വേശ്യ, അവർ വേശ്യാസ്ത്രീയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവൾ നിന്നതുകൊണ്ട് അവളുടെ പേരും ആ ലിസ്റ്റിൽ വന്നു. താമാർ ഒറ്റപ്പെട്ടവളാണ്, ചതിക്കപ്പെട്ടവളാണ്, അവളും വന്നു ആ ലിസ്റ്റിൽ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. ബേർഷേബ ചതിക്കപ്പെട്ടതാണ്, അവളും വന്നു അവിടെ. ചതിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും നിരാശരെയും മാറ്റി നിർത്തുന്നവനല്ല എൻ്റെ കർത്താവ്, അവരെ ആ ലിസ്റ്റിൽ പെടുത്തുന്നവനാണ് എൻ്റെ കർത്താവ്. നമ്മളെ കർത്താവ് ആരെയും തള്ളിക്കളയുന്ന ദൈവമല്ല. ഹൃദയത്തിൽ നിർമ്മലതയുടെ ഒരല്പമെങ്കിലും അണുവിടെ ഉണ്ടെങ്കിൽ നമ്മളെ മരണത്തിനേൽപ്പിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ നമ്മളെ അനാഥനായി വിടില്ല. അവൻ നമ്മളോട് കൂടെ ഇരിക്കും, നമ്മളെ എഴുന്നേൽപ്പിക്കും. അതാ പറഞ്ഞ, നിന്റെ നാമം എല്ലാ തലമുറകളിലും ഓർക്കും, അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നിനക്ക് സ്തോത്രം ചെയ്യും, കാരണം നീ രാജകുമാരിയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ രാജാവിനെക്കുറിച്ച് പറഞ്ഞ വാക്യങ്ങളെക്കാൾ എന്നെ അധികം ആകർഷിക്കുന്നത് രാജകുമാരിയെക്കുറിച്ച് പറഞ്ഞതാണ്.
ഞാനും നിങ്ങളും അമ്മാതിരി ഒരു രാജകുമാരിയാകാൻ വിളിക്കപ്പെട്ടവരാണ്. ആ നന്മ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. രാജകുമാരിയാവണം, റാണിയാവണം, നിത്യതയ്ക്കൊരുങ്ങണം. കർത്താവിനെ സ്തോത്രം ചെയ്യാം.